കിലോ മത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മത്തിയുടെ മുട്ടയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 1 കിലോ മത്തി വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ മുട്ടയാണ്. അത് എന്തോരം ഉണ്ടെന്നുള്ള കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏത് മീനിൻ്റെ മുട്ടയായാലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ ഈ മുട്ടയ്ക്ക് 2 പിടി തേങ്ങ, 3 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പിലാണ് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മീനിൻ്റെ മുട്ടയിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ വേറെ വെള്ളമൊന്നും നമ്മളിത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏത് തരം മീനിൻ്റെ മുട്ടയാണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും ഞാൻ പറയാറുള്ള പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. ആവിയിൽ തന്നെ വെന്ത് കിട്ടും. ഒന്നും കൂടി നമുക്കൊന്നത് മൂടി വെച്ച് വേവിക്കാം. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമ്മുടെ മീനിൻ്റെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഉടയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉടഞ്ഞു പോവും. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകണ്ട. അത് ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണയും വേപ്പില ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെറുതെ ചൂടായതിന് ശേഷം വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ കടുക് പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പിലിട്ട് എടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ മുട്ട തോരൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.